Good morning! Happy Sunday vlog! അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ പുതിയ ഉടുപ്പ് കിട്ടിയിട്ടാണ്. എങ്ങനെയുണ്ട്, കളർ എങ്ങനെയുണ്ട്? എൻ്റെ സാധാരണ ഞാൻ എടുക്കുന്ന കളറിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു സീ ഗ്രീൻ എന്നോ സീ ബ്ലൂ എന്നോ ഒക്കെ പറയാം. ഈ ഗ്രീനിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് ഇത് കോമ്പിനേഷൻ കാണാനായിട്ട്. ഇത്ര ലൂസാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല കളറ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറായതുകൊണ്ടാണ്. മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. കണ്ടോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം ബോട്ടം ഉണ്ട്. അപ്പോൾ ഫുൾ സ്വിങ്ങിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, നല്ല രസമാണിത് കാണാനായിട്ട്. ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുൾ സ്വിങ്ങിൽ വീഡിയോയിൽ കാണിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ക്ലിപ്പിംഗ് ആയിട്ട് കാണിച്ചെന്നുള്ളൂ. എനിക്ക് കളർ നല്ല ഇഷ്ടമായി, കണ്ട. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്തൊക്കെയാണ് ഉൾപ്പെടാൻ പോകുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പിടിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അരങ്ങേറാൻ പോകുന്നതെന്ന്. വഴിയെ നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ പരസ്പരം പങ്കുവെക്കാം. അപ്പോൾ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കഴിഞ്ഞു. പച്ചക്കറി തോട്ടത്തിലെ വെണ്ടത്തോട്ടത്തിലെ ചുമന്ന വെണ്ടയുണ്ട്, പച്ച വെണ്ടയുണ്ട്. നീ ആ തയ്യൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം നീ ഇങ്ങടെ നട്ട് അത് നല്ല ശുശ്രൂഷിച്ചതിൽ വെണ്ടയ്ക്കയായി. പച്ച വെണ്ടയിൽ വെണ്ടയ്ക്കയായി, ചുമന്ന വെണ്ടയിൽ മുട്ടയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മൂത്ത വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്യാം. നോക്കിക്കോട്ടോ, അതെ കാണാവോ? ഇങ്ങനെ കൈ പിടിച്ചില്ലെങ്കിൽ തണ്ടേ പറ്റുമോ? അതാട്ടോ, അതെ അല്ലെങ്കിൽ തണ്ട്. അടിപൊളി ചെറിയ വെണ്ടയ്ക്കയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം നേരത്തെ കട്ട് ചെയ്തായിരുന്നു ഞങ്ങൾ. ഇനി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ, ഇത് ചെറുതാ, അത് പറിക്കാറായില്ല. ഈ കൂട്ടത്തിൽ പാവൽ നട്ടിട്ടുണ്ടല്ലേ? അതെ, 1 2 പാവൽ. ഇത് പറിക്കാം കേട്ടോ. സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ തണ്ടിങ്ങനെ. നിലവിൽ 2 എണ്ണേ നമുക്ക് വെണ്ടയ്ക്ക പറിക്കാറായുള്ളൂ. ഇത് 2 ദിവസം കൂടെ കഴിയണം പറിക്കാൻ. ഇത് മൂത്തിട്ടില്ല. അതുപോലെ ഇതും മൂത്തിട്ടില്ല. അതെ, മൂത്ത് കഴിഞ്ഞ് പറിച്ച് ഒന്നിച്ച് കറിയാക്കാം കേട്ടോ. പിന്നെ അതും ഉണ്ട് കുഞ്ഞത്. അതിനാന്ന് വെച്ചാൽ മൂക്കാതെ പറിച്ചാൽ വെറുതെ വേസ്റ്റ് ആക്കണം. നിനക്ക് തിന്നണമെങ്കിൽ പറിച്ചു തരാൻ വേണമെങ്കിൽ. വേണ്ട, എന്നാൽ ഇത് ഒന്നിച്ച് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഒന്നിച്ച് എല്ലാം കൂടെ ചേർത്ത് കറിയാക്കാം. ഇതിൽ കെട്ടിയിരുന്ന വള്ളി പോയെന്ന് തോന്നണം. സപ്പോർട്ട് കിട്ടിയ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ മുട്ട് കുത്തണുണ്ടല്ലേ? അപ്പോഴ് പറയാം വള്ളി വെച്ച് കെട്ടാൻ. ആ വള്ളി വിട്ടുപോയതാന്ന് തോന്നണം. വള്ളി കെട്ടണില്ല, കാറ്റത്ത് ഒലഞ്ഞു പോകും. ഞാൻ ചെയ്ത അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. അതേയും കാറ്റത്ത് ഒലഞ്ഞു പോകും. അപ്പോഴാണ് കെട്ടി വെക്കാറ്. ഞാനിപ്പോൾ ആ കെട്ട് പോയത് കൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത് വെക്കണതാണ്. ഇത്രയും വലുതായില്ലേ വേണ്ട. ഈ സപ്പോർട്ട് കുത്തി നടിയിലും കെട്ടലും വളയിടിയിലും എല്ലാം അപ്പയുടെ പരിപാടിയാണ്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത് വെച്ചാൽ കഞ്ഞി അത് ഊരി കെട്ടും. എന്നാന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് കെട്ടുന്ന സമയത്ത് കെട്ടിക്കോട്ടെ. തൽക്കാലം കാറ്റത്തൊലയാതെ ഞാനൊന്ന് തുടിയിച്ച് വെക്കണതാ. അല്ലെങ്കിൽ ഒലഞ്ഞു പോകും. തൈ വലുതാവുമ്പോഴേ നല്ല ആരോഗ്യമുണ്ടല്ലേ? തൈകളൊക്കെ നല്ല തൈകളാ. വയലറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാണാൻ നല്ല ഭംഗിയാ വയലറ്റ്. പണ്ട് തിരുമറയിലുണ്ടായിരുന്നു വയലറ്റ്. പണ്ട് ഒരുപാട് മുമ്പ് ഐസക്ക് ചാച്ച മുമ്പ് തന്നത്. ഇതാണ് വയലറ്റ്. അതിന്റെ മുട്ട ഉണ്ടാക്കണമെങ്കിൽ മുട്ട പിടിച്ചു. നല്ല രസം. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേന്നറിയോ? സംശയമൊന്നുമില്ലാതെ ഇവന്റെ അടുത്തേക്കാണ്. അവന്റെ അടുത്തേക്ക് പോകാൻ ഇപ്പൊ എനിക്കൊരു സന്തോഷമായി. അവൻ ഒളിപ്പിച്ചു വെച്ച സൂത്രം കണ്ട ദേ. കൊല വന്നു. പറയട്ടെ അതിനെപ്പറ്റി. അവൻ 2020 നവംബർ നട്ടതാ. എന്നിട്ട് 2021 ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കൊല പുറത്തേക്ക് പതുക്കെ ഒന്ന് വന്നു. സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച പെടലുകൾ വിരിഞ്ഞു. നീ അവനെ പറ്റി പറ, എന്ത് വാഴയാന്ന് പറ. എന്നാ വാഴ? ചോരപ്പൂവൻ. ഞങ്ങളിവിടെ അറിയപ്പെടുന്ന ചുമന്ന കായാണത്. ചുമന്ന തണ്ടും ഇതുമായിട്ടുള്ള. ഇവിടെ അറിയപ്പെടുന്നത് ചോരപ്പൂവൻ അല്ലെങ്കിൽ ചുവന്ന പൂവൻ എന്നാണ്. വേറെ പേരുകൾ ഉണ്ടോന്ന് നമുക്കറിയില്ല അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. എനിക്ക് തോന്നണത് ഒരു 5 പെടലേ ഉണ്ടാവുമായിരിക്കും. ഒടുക്കത്തെ വളമെല്ലാം ഇട്ടിട്ട് അതിന്റെ ചോട്ടിലേക്കൊന്ന് കാണിക്കുക. നല്ല കളറാണ് കേട്ടോ ഇതിന്. ഒരു ഈ കൊടപ്പനില്ലേ, വാഴച്ചുണ്ടിന്റെ അതേ കളറായിരിക്കും കൊലയ്ക്ക്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാ കാണാനായിട്ട്. അപ്പച്ചനുള്ളപ്പോ എങ്ങോട്ടൊന്ന് പണ്ട് വാഴ കണ്ണുകൾ വന്ന് ഈ വളം കൂടിപ്പോയിട്ട് അപ്പ ഇട്ട. എന്നിട്ട് അതെല്ലാം
ഒതുക്കി നിർത്തിയേക്കോ. ഇവൻ വന്നു കഴിയുമ്പോൾ ശരിയാക്കാന്ന് ഓർത്തവനെ. പറിച്ചു നടാലോ. തണ്ട് കണ്ടോ വണ്ണം, നമ്മൾ പരുമല പോയപ്പോ മേടിച്ചതാ പണ്ട്. മരം നട്ട പോലെ ഉണ്ട്. അതിന്റെ ഒപ്പം ഇവന്റെ ഒപ്പം വെച്ച് ഏത്തവാഴ കൊലച്ച് പഴം തിന്നു. എന്നിട്ട് അതിന്റെ രണ്ടാമത്തെ കുഞ്ഞവിടെ പറിച്ചു നട്ട. എന്നിട്ടാണ് ഇവൻ കൊല വന്നേക്കണം. ഞാൻ പല പ്രാവശ്യം ഇവന്റെ അടുത്തേന്ന് പറഞ്ഞു ഇവനെ വെട്ടി കൊല്ലണോന്ന്. എന്നാ ചോദിച്ചാ ഇവന് കൊല വരുത്തണില്ല, ഈ വളമെല്ലാം കൊടുത്തിട്ട്. ഏതായാലും കൊല വന്നു, ഇനി കൊല വലുതാവട്ടെ. അല്ല അതുകൊണ്ട് സന്തോഷായി അല്ലേ. നല്ല ഭംഗിയുള്ള ചെത്തിയില്, നല്ല കളർഫുള്ളാ. അതെന്നാന്ന് ഇവിടെ ഈ വെയില് വാഴ അതുകൂടിയൊക്കെ നിൽക്കുന്നോണ്ട് അങ്ങനെ വെയിലധികം അടിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കൊമ്പ് അവിടെ നിൽക്കട്ടെ, അതിന്റെ അപ്പുറം വലിയ കൊമ്പുള്ളത് നമുക്ക് അടുത്ത ആഴ്ച ആവട്ടെ, അടുത്ത സൺഡേ ഏതെങ്കിലും കട്ട് ചെയ്തേച്ച് നമുക്ക് ചട്ടിയിലാക്കാം. അപ്പൊ അത് വെയിലത്ത് വെച്ച് നല്ല, എന്നാലും ഇത് വെയിലത്തേക്ക് വന്ന് ആ കമ്പിൽ കണ്ടോ മുട്ട് നല്ല കളർ, നല്ല ഭംഗിയുള്ള മുട്ട്. വേറെ ഒരു ഇതിലും മുട്ട് അവിടെ ഉണ്ടോ കാണാറായില്ല. ഇത് രൂത്തേച്ച് കൊണ്ടേ തന്ന ഏതോ വീട്ടിൽ പണിയാൻ പോയിച്ചു വന്നപ്പോ പാവം. നല്ല കളർ, നല്ല റെഡ്, ഡീപ്പ് റെഡ് ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പൊ ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ വന്നേക്കുവാ. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് പോകും, പിന്നെ എപ്പോഴും ഇറങ്ങി വരാനുള്ളൊരു സൂക്കറമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും വരാറില്ല. പക്ഷെ ഇന്ന് 1-2 സാധനം കട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഇവക്ക് തന്നെ ഒരാൾ ഫോട്ടോ എടുത്താലേ ഏതോ ഒരാൾക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ കട്ട് ചെയ്യാനുള്ളതെന്ന്. സാലഡ് വെള്ളരി ധാരാളം ഉണ്ടായി, ഞങ്ങൾ ഇഷ്ടം പോലെ കഴിച്ച. ഇന്ന് ഒരെണ്ണം കട്ട് ചെയ്യാൻ ഇന്ന് കിടപ്പുണ്ട്, അതും കട്ട് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ കറി വെക്കണം വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്യാം. അത് 2 കിടപ്പുണ്ട്, ഒരെണ്ണം ഇന്ന് കട്ട് ചെയ്താൽ മതി. എവിടെ കിടക്കുന്നു? കിടക്കുന്നു. ഇത് ഇച്ചിരിയുടെ മുക്കാണ്ട് വാഴയിലെ മുട്ടയും ഇലയിലും നീ ആയിരിക്കും കയറ്റി വെച്ചേക്കണത്. ഇവിടെ നട്ട കൃഷിയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ദേ അവിടെ കിടക്കണം, മൂത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തോ. കറക്റ്റ് ആയിട്ടുണ്ട്, സൂപ്പറാ. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തോരൻ വെക്കാനാ. നമുക്ക് തോരൻ വെക്കണ കാണിക്കാം കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. ഞാൻ കുമ്പളഞ്ഞ കൊണ്ട് തോരൻ ഉണ്ടാക്കി. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. കുമ്പളഞ്ഞ കൊണ്ട് തോരൻ ഉണ്ടാക്കിയാൽ വെള്ളരിക്ക കൊണ്ട് നിർബന്ധമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാനത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഉണ്ടാക്കിയിരിക്കും. അപ്പൊ കാണിക്കാം. ഇനി നമുക്ക് സാലഡ് വെള്ളരി, അതിന്റെ അടുത്ത് തന്നെ സാലഡ് വെള്ളരി. അതെ, ഇവിടെ ഒരു കുഞ്ഞൻ ഇരിപ്പുണ്ട്. അതെന്തേ? ഞാൻ കുഞ്ഞനെ കണ്ടില്ല. അമ്മ വേറെ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞനും ഇരിപ്പുണ്ട്. അവിടെ അല്ലെന്നേ, എന്നോട് ചേർന്ന അതിന്റെ അടുത്ത്. തീരെ കുഞ്ഞനാ, അത് കാണാൻ മാത്രമേ ഇല്ല, അത് വലുതായി തന്നെ. അത് പോവാതെ ഇപ്പൊ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോ അത് കാണൂലായിരുന്നു. എന്നാ ഇത് കട്ട് ചെയ്യാം. ഇത് ശരിക്കും വിളഞ്ഞു. എന്തോരം സാലഡ് വെള്ളരി നമ്മൾ ഇത്തവണ ഒരുപാടുണ്ടായത്. ശരിക്കും തൂട്ടാതാ ഈ നിറം മാറിയേക്കണം, പച്ചപ്പ് മാറിയേക്കണം. നിറം മാറിയെന്ന് വെച്ചാൽ ഇത് പഴുത്തൊന്നുമല്ല, ഒട്ടും പഴുത്തല്ല, കടും പച്ച. വേണമെങ്കിൽ നമ്മുടെ വീട്ടില് ഫ്രിഡ്ജിൽ ഓർമ്മ ഇരിക്കുന്നത് കട്ട് ചെയ്ത് കാണിക്കുന്ന കഴിക്കാനായിട്ട് അന്നേരം പറയാം. ദേ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന്, നിൻ്റെയും അപ്പയുടെയും കൂടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് പറിച്ച വെള്ളരി നട്ടുണ്ടായ വെള്ളരിക്ക ഞാനൊന്ന് തൊണ്ടി എത്തുക. പുറത്ത് നിന്നാ തൊണ്ടി എത്തണത്. തൊണ്ടി എത്തിയേച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കണ കാണിക്കാം. ഞങ്ങൾ കുമ്പളങ്ങയും ചിരക്കയൊക്കെ വെച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് വെള്ളരിക്ക വെച്ചൊന്ന് തോരൻ ഉണ്ടാക്കി നോക്കട്ടെ. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, എന്തായാലും ഉണ്ടാക്കുക. നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് പറിച്ചതല്ലേ. അപ്പൊ ഞാൻ തൊണ്ടി എത്തുക കേട്ടോ. ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ. അതെ, വെജിറ്റബിൾ ഗാർഡൻ എന്ന് പറ. കൊറേ വെജിറ്റബിൾസ് നമ്മൾ നട്ടിട്ടുണ്ടല്ലോ, ഇനിയും നടണ്ട് നമ്മള്. ഈ കാലാവസ്ഥ അനുകൂലാന്ന് തോന്നുന്നു ഇതിനൊക്കെ അല്ലേ. അതാ. സാലഡ് വെള്ളരി ഉണ്ടായതിനൊരു കണക്കില്ലായിരുന്നു, എന്തുമാത്രം ഉണ്ടായി. നല്ല കിളുന്തായിട്ടിരിക്കുന്നു. അതെ, നല്ല ഫ്രഷ് അല്ലേ കൊച്ചേ, പാകം മൂപ്പും നല്ല ഷേപ്പ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ കടയിൽ നിന്നൊക്കെ എപ്പോഴും മേടിക്കുമ്പോൾ, നമുക്കിപ്പോൾ കടയിൽ നിന്ന് മേടിക്കാതെ മാർഗവും ഇല്ല കേട്ടോ. മേടിക്കുമ്പോൾ ശരിക്കും അത് ഇരുന്നിരുന്നിങ്ങനെ ഉണങ്ങിയും അങ്ങനെയൊക്കെയല്ലേ. ഉണങ്ങിയല്ല, ഇങ്ങനെ കുറേ പഴകിയല്ലേ എപ്പോഴും. വെള്ളരിക്കൊക്കെ കേടുകൂടാതിരിക്കുന്നതുകൊണ്ട് ഷോപ്പിലൊക്കെ കുറച്ചധികം മേടിച്ച് വെക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെന്ന് ഈ വെള്ളരിക്ക അവിടെ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നെ സാധാരണ. മേടിച്ചുകൊണ്ട് വരാതെ നമുക്ക് പറ്റുമോ ഇല്ലല്ലോ. വെള്ളരിക്കയുടെ ആവശ്യത്തിന് ഇപ്പോൾ നട്ടുണ്ടാക്കാൻ എപ്പോഴും സാധിക്കില്ലല്ലോ. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അമ്മച്ചിയും അമ്മയുടെ വീട്ടിലൊക്കെയും വല്യപ്പച്ചനും ഒക്കെ ഇങ്ങനെയും പച്ചക്കറി അവിടെ ഒരുപാട് നടുവായിരുന്നു. അപ്പോൾ എന്നാന്ന് വെച്ചാൽ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് വെണ്ട, വഴുതന, ചൊരയ്ക്ക,
ടൊമാറ്റോ ഒന്നും നടിയിലില്ല കേട്ടോ. ഇങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഈ വെള്ളിരി കുമ്പളം എല്ലാം നട്ട് മത്ത ഇതൊക്കെ നട്ട് പറിച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്ത്. ഇപ്പം എല്ലാം നമ്മൾ കടകളിൽ പോയി കാശ് കൊടുക്കുക മേടിക്കുക അല്ലേ? അതെ ആണ്. ഇപ്പം ആർക്കും സമയമില്ല. സമയമുള്ളവർക്ക് മെനക്കെടാൻ ചിലർക്ക് താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെയുള്ളത് നടാൻ. എനിക്ക് ഇച്ചിരി പൂച്ചെടികളും അപ്പം നമ്മൾ വെള്ളിരിക്കാൻ നല്ല ഭംഗിയായിട്ട് ഷേവ് ചെയ്തു ഇച്ചിരി കയറിപ്പോയി ചിലയിടത്തൊക്കെ ചെത്തിയപ്പം. ഇനിയിപ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കാം. അത് ഇങ്ങനെ ഒന്ന് കട്ടി അരിയൊക്കെ എന്തോരം ഉണ്ടെന്ന് നോക്കാം. നിറച്ചരിയ നല്ല രസം അല്ലേ? സാലഡ് വെള്ളരി. ഈ അരി ഒന്ന് പാകി നോക്കാം വേണമെങ്കിൽ. അരി എടുത്ത് വെക്കാം. പക്ഷെ ഒരു ഡൗട്ടുണ്ട്. ശരിക്കും അത് മൂത്തേരിയെന്ന് തോന്നണം. അപ്പടി ചോദിക്കാം മൂത്തേരിയെന്നാണ് തോന്നണം. ഇത് ഈ നല്ല മൂത്ത അല്ലെങ്കിൽ കിളുക്കൂല. ഏതായാലും ചെയ്തു നോക്കാം അല്ലേ? അതിൻ്റെ അവിടെ പാകി ഇട്ട് നോക്കാം. ഇനിയും ഉണ്ടാവട്ടെ ധാരാളം. അതെ, കുമ്പളത്തിന്റെ അരിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ചൊരക്കയുടെ അരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വനിതയിലാന്ന് തോന്നുന്നു. ഒക്കെ നടാം. എന്തോ ഒരു പച്ചക്കറി ആവും അപ്പൊ അല്ലേ? പക്ഷേ ഈ വെള്ളമൊക്കെ നിൽക്കാതിരുന്നാൽ മതി. ഇങ്ങനെ നമ്മൾ നട്ട് ഇതുപോലെയൊക്കെ ഉണ്ടായാൽ നല്ല. കാലാവസ്ഥ അനുകൂലമല്ലെന്നേ. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ വെയിൽ തെളിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് മഴയായിരിക്കും. അന്നേരം ഈ അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കും. അതാ പിന്നെ വാര ആയതുകൊണ്ട് കുറച്ചൊക്കെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇതിങ്ങനെ അത് നമ്മൾ ഈ കുമ്പളങ്ങയൊക്കെ അരിയും പോലെ തന്നെ അത് കൊത്തി കൊത്തി അരിയണം. കൊത്തിയല്ലതേ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ ചൊരക്കൊക്കെ അരിയും പോലെ. അപ്പം നമ്മളിത് വെള്ളരിക്ക കുനുകുനൂന്ന് അരിഞ്ഞു. അത്ര കുനുകുനൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാനൊരു സവോള ഉള്ളി ഇച്ചിരി വേപ്പില പിച്ചിക്കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം തവ അടുപ്പത്ത് വെച്ചു. ആ തവയിൽ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഇച്ചിരി 2 തിളം വെളുത്തുള്ളി ഉണ്ട്, 3-4 തിളം ചുവന്നുള്ളി ഉണ്ട്. അത് ഇതിലേക്ക് ഇടുവാണേ ഞാൻ. അതുപോലെ സാധാരണ ഞാൻ തോരന് ചിലപ്പോഴൊക്കെ തേങ്ങ ഒതുക്കി എടുക്കും. ഇത് ഒതുക്കിയൊന്നുമില്ല കേട്ടോ. ഒരു സ്വല്പം തേങ്ങ, അതൊക്കെ തേങ്ങയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ പൊട്ടിത്തെറിക്കുവേ ഇതിൽ വേപ്പിലയിലൊക്കെ വെള്ളം പൊട്ടിത്തെറിക്കണത് വേറൊന്നും അല്ല. അപ്പം നമുക്ക് എന്നാ വേണ്ടതെന്ന് അറിയാമോ? തേങ്ങ. അതിൻ്റെ കൂടെ തന്നെ ഇതിനാവശ്യമുള്ള മുളക് പൊടി, പച്ചമുളകല്ല കേട്ടോ, മുളക് പൊടിയും ചേർക്കണം. മുളക് പൊടിയും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇതിന് വെള്ളം ഉള്ളത് കൊണ്ടേ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയും കുമ്പളങ്ങ, ചൊരക്ക, വെണ്ടയ്ക്കൊന്നും പോട്ടെ, വെള്ളരിക്ക ഇങ്ങനെയുള്ളതിനൊക്കെ വെള്ളമയം ഉള്ളതാണല്ലോ. അപ്പോൾ വെള്ളം ഇറങ്ങിക്കോളും ഇതിൽ നിന്ന്. അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. തോരനാകുമ്പോൾ ഇതിൽ തന്നെ കിടന്ന് വെന്തോളൂ കേട്ടോ. അല്ലേ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി, കാരണം ഇത് ചുങ്ങിപ്പോരും. അപ്പോൾ പിന്നെ മുളക് കൂടിപ്പോയാലും പ്രശ്നമാണ്. അത് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഒന്ന് പച്ചപ്പ് മാറിക്കഴിഞ്ഞാൽ വെള്ളരിക്ക അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഉപ്പും ചേർക്കണേ. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ വെള്ളരിക്കയിൽ. വെള്ളരിക്ക തൊണ്ട് ചെത്തിയേച്ച് കുമ്പളങ്ങയൊക്കെ ചെയ്യുന്നത് പോലെ, ചെറുക്കയൊക്കെ ചെയ്യുന്ന പോലെ കഴുകി എടുത്തേച്ച് അരിയും. പിന്നെ അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകൂല, കാരണം പിന്നെയും വെള്ളം കൂടുതലാവും. അപ്പം നനവ് കൂടുതൽ വന്നാൽ അപ്പം ഫുൾ ഫോമിൽ തൊണ്ടി എത്തിയേച്ച് കഴുകി എടുത്തതാ കേട്ടോ. പിന്നെ കഴുകൂല. എന്നിട്ട് തന്നെ ഇരുന്ന് വെള്ളം ഇറങ്ങി മതിയുന്ന സ്വയം അരിഞ്ഞ് ഒരു 5 മിനിറ്റ് അരിഞ്ഞിട്ട് ആയോളൂ. എന്നിട്ട് പോലും വെള്ളം ഇറങ്ങിയില്ലേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് നോക്കാം. പിന്നെ ചുങ്ങി വരുമ്പോൾ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. തൽക്കാലം കുറച്ച് ഉപ്പ് ഇട്ട് വെച്ച് നമുക്കൊന്ന് ചിക്കി ഇളക്കാം. ഇനി കാണിക്കാവേ. എന്നിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. നോൺ സ്റ്റിക്ക് ഇതായതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടേച്ച് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മളിവിടെ ഉണ്ടായാൽ മതി. വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് നമുക്ക് ചെയ്യാം. എന്നിട്ട് നീ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഈ പാത്രം കറക്റ്റായി. എനിക്ക് ഇച്ചിരി വിസ്തൃത പാത്രമൊക്കെ വേണം, അല്ലെങ്കിൽ ഇളക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പുറത്തേക്കൊക്കെ വീഴും. പക്ഷെ പിന്നെ വലിയ പാത്രം എടുത്താൽ അതിൻ്റെ അടി പിടിക്കാനില്ല. അത് കാരണമാണ് കേട്ടോ ഞാൻ ഈ പാത്രം എടുത്തത്. ഇനി ഇപ്പം മക്കങ്ങതെ മൂടി വെച്ചാൽ മതി. മൂടി അങ്ങോട്ട്
മൂടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ വേവണ പാകം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാ ചെയ്യണം, നമുക്കറിയില്ല. ഏതായാലും കഴിക്കാനുള്ള ഏറ്റവും വെള്ളരിക്ക കുമ്പളങ്ങയൊക്കെ. അപ്പൊ ഏതായാലും ചെയ്തു നോക്കാം, എന്താ വന്നേന്ന് നോക്കാലോ. അതെ, അപ്പൊ ശരി. ഏതാണ്ട് പരുവായി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാ. ബാക്കി ഈ കുമ്പളങ്ങയുടെ പോലെ തന്നെ എനിക്ക് തോന്നണം കേട്ടോ. കുമ്പളങ്ങയും ചെറിക്കും പോലെ തന്നെ എനിക്ക് തോന്നണം. ഞാൻ പിന്നെ രക്ഷകരോട് എപ്പോഴും പറയണതാണ്, ഞാൻ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു സവോള അരിഞ്ഞ് ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക രുചി വരും അതിന്. വാഴക്കുടപ്പിന് വരെ ഞാൻ ഇടുവത്. അപ്പോൾ ഒരു പ്രത്യേക രുചി അതിനുണ്ടാകും. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അതിൻ്റെയൊക്കെ രുചി തന്നെയാ. അതെ, ചൂടുള്ളതുകൊണ്ടാണ് നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാഞ്ഞത്. ഇനി ചോറിലെടുക്കണ കാണിക്കാം. വേവായി. ഇനി ഓഫ് ചെയ്യാം, നമുക്കിത് മതി. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആവും. തോരൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരുന്നാൽ കൊള്ളൂല. ഇച്ചിരി കുഴഞ്ഞിരിക്കണല്ലേ തോരൻ. മെഴുക്കുവരട്ടി ആകുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കണം. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. മതി. ഊണ് കഴിക്കുമ്പോൾ എടുക്കാം അല്ലേ. നമ്മുടെ വെള്ളരിക്ക തോരൻ, നമ്മുടെ സ്വന്തം വെള്ളരിയില ഇടുവാണേ. അടിപൊളി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റിയും ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. കുമ്പളങ്ങത്തോരൻ പോലെ തന്നെ എനിക്ക് തോന്നി. നല്ല ആവി പറക്കും ഇപ്പോഴും. ചോറ് നല്ല ചൂടാ. ഇവിടെ ചോറിന് ചൂട് വേണമല്ലോ. അതെ, പിന്നെ എനിക്ക് പിക്കിള് വേണ്ടാട്ടോ. ഇതാണ് ഇന്നത്തെ ചോറ്. അടിപൊളി. ഇന്നത്തെ ചോറ് കണ്ടോ. ഇന്ന് വെള്ളരിക്ക തോരനും മീൻകറിയും ചോറും. അമ്മയുടെ അവിടെ മീൻകറി സൈഡിൽ ഇച്ചിരി ഒഴിക്കും. അതാണ് അമ്മയുടെ കറി. അപ്പയുടെ കറി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇതോടുകൂടി ഇന്നത്തെ ഉച്ച. അതെ. ഹായ്. അപ്പോൾ കറിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ടേസ്റ്റി ഇൻ ദ സെൻസ് ആ കറിയിലൊരു ഫ്രഷ്നെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനായിട്ട്. ഇത് ശരിക്കും നമ്മളെ സ്വന്തം വെജിറ്റബിൾ ഗാർഡനിൽ പോയി പറിച്ചുകൊണ്ട് വന്ന് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് അതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കി അതൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഭയങ്കര വലുതാണ് കേട്ടോ. എനിക്കത് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഫീലിംഗാണ്. നല്ലൊരു സുഖമുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴേക്കും. അത് മാത്രമല്ല, പച്ചക്കറിക്ക് എപ്പോഴും ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ സാധിക്കുന്നവരാണെങ്കിൽ, ഇങ്ങനെ നടാനൊക്കെ സാധിക്കുന്നവരാണെങ്കിൽ, സ്ഥലമൊന്നും അധികം വേണമെന്നില്ല. ഒരു ചെറിയ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചട്ടിയായാലും മതി. പറ്റുന്നവരാണെങ്കിൽ, സാധിക്കുന്നവരാണെങ്കിലൊക്കെ ഒരു പച്ചക്കറി, ഏതെങ്കിലും ഒരു പച്ചക്കറി ഇഷ്ടമുള്ളത് ഒന്ന് നട്ട് അതിൻ്റെ ഒന്ന് വിളവെടുപ്പിനായിട്ട് ആ കാത്തിരിക്കുന്ന ആ ഒരു സമയം തന്നെ ഭയങ്കര സുഖമുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുക. അത് നല്ല രസമുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒത്തിരി കൃഷി ചെയ്യുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ല. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന്, എല്ലാവർക്കും അതിന് പോസിബിലിറ്റി ഉണ്ടാകണം എന്നില്ല. പറ്റുന്നവർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കുറച്ചൊരു നേച്ചർ റിലേറ്റഡ് വ്ളോഗായിരുന്നു അല്ലേ. സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ്, നേച്ചർ എപ്പോഴും നമ്മുടെ ഒരു തീമായിട്ട് വരാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി കൂടുതൽ നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്ളോഗായിരുന്നു എന്ന് തോന്നുന്നു. കാരണം വെണ്ട പറിച്ചത് കണ്ടു, ചോരപ്പൂവൻ കൊലച്ചത് കണ്ടു, പിന്നെ നമ്മൾ പറമ്പിലുണ്ടായ, നമ്മുടെ വീട്ടിലുണ്ടായ വെള്ളരി കൊണ്ട് അമ്മ കറി വെച്ചത് കണ്ടു. എല്ലാം കൊണ്ടും ഇന്നൊരു ബ്യൂട്ടിഫുള്ളി ഗ്രീനിഷ് വ്ളോഗായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഡ്രസ്സും ഇന്ന് സീ ഗ്രീൻ കളറാണ്. മൊത്തത്തിൽ ഇന്നൊരു ഗ്രീനിഷ് ടച്ച് കൂടുതലുള്ള ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന ഉറപ്പാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ വ്ളോഗ്സ് എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒത്തിരി കമൻസിലൂടെ മെസ്സേജസിലൂടെ ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക പ്രത്യേകം താങ്ക്സ്. അപ്പം ഇനി മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യണം കേട്ടോ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ടിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു തകർപ്പൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും
ബൈ.